ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗമാണ് ജമ്മുകാശ്മീരിൽ ചേർന്നത്. കരസേന BSF മേധാവിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഭീകരവിരുദ്ധ പോരാട്ടം ശക്തമാക്കാൻ നിർദ്ദേശം നൽകി. ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ NIA മേധാവിയും യോഗത്തിൽ പങ്കെടുത്തു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, അമിത്ഷായുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്? KP അതിർത്തി മേഖലയിലെയും ജമ്മു കാശ്മീരിലെയും സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ കേന്ദ്ര ഏജൻസികളുടെ എല്ലാ പ്രധാനപ്പെട്ട ഏജൻസികളുടെയും മേധാവിമാർ, ഒപ്പം ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ, ജമ്മു കാശ്മീരിലെ പോലീസ് ഡയറക്ടർ ജനറൽ, ജമ്മു കാശ്മീർ ചീഫ് സെക്രട്ടറി തുടങ്ങിയ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും യോഗത്തിന്റെ സ്വഭാവം സംബന്ധിച്ചും തന്നെ ഏറെ അടിയന്തര പ്രാധാന്യമുള്ള യോഗമാണ് ചേരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിർത്തി മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പ്രത്യേകിച്ച് ശൈത്യകാലം ആരംഭിക്കുമ്പോഴാണ് ശൈത്യത്തിന്റെ മറവിൽ മഞ്ഞുവീഴ്ച മുതലെടുത്തുകൊണ്ടാണ് അതിർത്തി മേഖലകളിൽ നുഴഞ്ഞുകയറ്റം ശക്തമാകാറുള്ളത്. അത്തരത്തിൽ നുഴഞ്ഞുകയറ്റം തടയുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും കൂടാതെ കശ്മീരിന് പുറമെ ജമ്മു സെക്ടറിൽ കൂടി കഴിഞ്ഞ മാസങ്ങളിൽ ഭീകരാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭീകര നീക്കം ജമ്മു മേഖലയിലും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളിലാണ്, ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ജമ്മു കശ്മീരിലെയും ഒപ്പം അതിർത്തി മേഖലയിലെയും സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യതലസ്ഥാനത്ത് അടിയന്തരമായി വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതിൽ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, കൂടാതെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ത്രിവേദി, ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIA ഡയറക്ടർ ജനറൽ സദാനന്ദ്, കൂടാതെ BSF മേധാവി ദൽജീത് സിംഗ് ചൗധരി, ജമ്മു കാശ്മീർ ചീഫ് സെക്രട്ടറി, ജമ്മു കാശ്മീർ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് നളിൻ പ്രഭാത് തുടങ്ങിയ ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും വിശദമായൊരു അവലോകന യോഗം ചേരുന്നത്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഡൽഹിയിലും ജമ്മു കാശ്മീരിലും പ്രത്യേക യോഗങ്ങൾ ചേർന്നുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒമർ അബ്ദുള്ള സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കശ്മീരിൽ ഭീകര നീക്കം ശക്തമായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരുന്നു. ഏതായാലും ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു അവലോകന യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഏജൻസികളുടെ, കേന്ദ്ര ഏജൻസികളുടെയും ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറും ഡയറക്ടർ ജനറൽ ഓഫ് പോലീസും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. ഭീകര വിരുദ്ധ പോരാട്ടം ശക്തമാക്കാൻ യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജനങ്ങളുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണം. അതിൽ യാതൊരു തരത്തിലുമുള്ള വിവരങ്ങൾ നൽകിയത്.